ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മധ്യ തിരുവിതാംകൂർ ഭാഗങ്ങളിലെ സദ്യയിൽ വിളമ്പുന്ന മധുരക്കറിയുടെ റെസിപ്പിയാണ് കാണുന്നത്. ഇത് പൈനാപ്പിൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് പൈനാപ്പിൾ പച്ചടി അല്ല. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടേ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 നേന്ത്രപ്പഴം നെടുവേ കീറി വട്ടത്തിൽ അരിഞ്ഞെടുത്തതും, ഒരു അരമുറി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതും, പിന്നെ 1 കൈപ്പിടിയോളമുള്ള കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഉപ്പും 1 ടീസ്പൂണും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നെടുവേ കീറിയ 1 പച്ചമുളകാണ്. ഇനി ഇത് നെകക്കെ വെള്ളം വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് പ്രിപ്പയർ ആക്കാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ ചിരവിയതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായി ചതച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇത് നന്നായി വെന്ത് വരുന്നുണ്ട്. ഇതൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം വേവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കും. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ശർക്കര ഒന്ന് അലിഞ്ഞു വരും. ഈ കൂട്ടത്തില് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ കറി ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ആവി കയറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇതിൽ ആവി കയറ്റണം. അപ്പൊ ഇത് അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് മസാലയിലേക്ക് മിക്സ് ആകാൻ തുടങ്ങും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് അധികം വെള്ളമുള്ള ഒരു കറിയല്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ കറി കഴിക്കാനാണ് സദ്യക്ക് പോയി ഇരിക്കുന്നത് തന്നെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നെയ്യ് നന്നായി ഉരുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 15 കിസ്മിസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ നെയ്യ് ഒന്ന് തെളിയുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. സത്യം പറഞ്ഞ ഈ കറി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഈ പ്രാവശ്യത്തെ സദ്യക്ക് ഈ കറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.